കോപ്പയിലിനി സെമി പോരാട്ടങ്ങൾ, കണ്ണീരോടെ ക്യാനറുകൾ പുറത്തേക്ക്. എല്ലാവർക്കും നമസ്കാരം, മിക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂറോ കപ്പിന് പിന്നാലെ കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത് തകർപ്പൻ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുന്ന സെമി ഫൈനൽ ക്ലാഷ്. അപ്പോൾ ഇന്ന് രാവിലെ നടന്ന അവസാന ക്വാർട്ടർ ഫൈനലിൽ കരുത്തരുടെ പോരാട്ടത്തിൽ ഉറുഗ്വായോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ട് ബ്രസീൽ പുറത്തായിരിക്കുകയാണ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. കണ്ണീരോടെ ഡോണിവൽ ജൂനിയറിൻ്റെ കാനറിപ്പട സെമി കാണാതെ പുറത്തായിരിക്കുകയാണ്. ഇക്വഡോറിനെ തകർത്ത് അർജൻറ്റീനയും, വെനസ്വേലയെ തകർത്ത് കൊളംബിയയും, കാനഡയും, ബ്രസീലിനെ തകർത്ത് ഉറുഗ്വായും അങ്ങനെ സെമി പോരാട്ടങ്ങൾക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. സോ ഇന്ന് നടന്ന ഉറുഗ്വായ് ബ്രസീൽ പോരാട്ടം പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ബ്രസീലിനെ തകർത്ത് ഉറുഗ്വായ് സെമി പോരാട്ടങ്ങൾക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് കോപ്പ അമേരിക്കയുടെ നോക്കൗട്ട് സ്റ്റേജിൽ ബ്രസീലിനെ ഉറുഗ്വായ് പരാജയപ്പെടുത്തുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു ഉറുഗ്വായുടെ വിജയം. 2-4 ഗോളുകൾക്കാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ, നിർണായകമായ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കാനറിപ്പടയെ തകർത്ത് ഉറുഗ്വായ് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറുടെ അഭാവത്തിൽ യുവതാരം എൻട്രിക്കിനെ മുന്നേറ്റത്തിൽ കളിപ്പിച്ചായിരുന്നു ഡോണിവൽ ജൂനിയറിൻ്റെ ബ്രസീലിൽ നിന്ന് നിർണായക പോരാട്ടത്തിന് ഇറങ്ങിയതും. എൻട്രിക്കും റോഡ്രിഗോയും ലുക്കാസ് പക്വേറ്റയും റാഫീനിയുമായിരുന്നു ബ്രസീലിൻ്റെ മുന്നേറ്റ നിര. എന്നിട്ടും ഗോളടിക്കാൻ കഴിയാതെ പോയതോടെയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടത്. നിർണായക സമയത്ത് ഗോളുകൾ നേടാൻ ബ്രസീൽ താരങ്ങൾക്ക് സാധിക്കാതെ പോയതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയ ഘടകം. സോ അങ്ങനെ കണ്ണീരോടെ കാനറുകൾ പുറത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെ റണ്ണേഴ്സപ്പായ കാനറിപ്പട ഇത്തവണ സെമി പോലും കാണാതെയാണ് പുറത്താകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.